സാമ്പത്തിക തട്ടിപ്പിന് നമ്മൾ വീണ്ടും ഇരയായിരിക്കുകയാണ്. 1000 കോടിയോളം വരുന്ന വലിയ തട്ടിപ്പ് നടത്തിയ ആൾ ഇപ്പോൾ പരോളിൽ ഇറങ്ങുകയും ചെയ്തു 5 ദിവസം. ഈ നിയമത്തിൻ്റെ എല്ലാ ഷോർട്ട് കട്ട്സും പഠിച്ചിട്ടാണ് ഒരാൾ സാമ്പത്തിക തട്ടിപ്പിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ട് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ പല കമ്പനികളുടെയും ഇപ്പോഴും അവർ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എൻ്റെയൊക്കെ പണം മോറിസ് കോയിനിലൊക്കെ പോയിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില എല്ലാ പണവും കിട്ടും. അത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇതിൽ ഇടപാട് നടത്തിയവർക്കൊക്കെ കൊടുക്കാൻ അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിയമത്തിൻ്റെ പഴുതുകൾ ഒരു കേസ് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഒരു സാമ്പത്തിക തട്ടിപ്പ് അവരെപ്പോൾ സേഫ് ആവുന്നത് എപ്പോഴാണെന്നറിയോ? അവരെ പിടിക്കപ്പെട്ട് എന്നിട്ട് നിയമത്തിൻ്റെ വശത്തിലേക്ക് നീങ്ങുമ്പോഴാണ്. കാരണം അവർക്ക്